അങ്ങോട്ടൊരു കൊലപാതകം നടന്നു എന്നുള്ളൊരു വിവരം ഇവിടുത്തെ മാമായുടെ അനിയൻ കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി സഹോദരങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ പാങ്ങോട് ഈ മരണം നടന്ന സ്ഥലത്തുണ്ട്. ഇവിടുത്തെ രണ്ടുപേരെ മാത്രം കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താണെന്ന് പലതവണ വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ പനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് അന്വേഷിക്കാനായിട്ട് ഞാനിവിടെ വരുമ്പോഴാണ് ഇവിടുത്തെ ആൾക്കൂട്ടവും പോലീസുമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. അകത്ത് നോക്കുമ്പോൾ ഉള്ള അവസ്ഥ വളരെ മോശമായിട്ട് മാമ. നിങ്ങളപ്പോൾ മറ്റു മരണ വീടുകളിലായിരുന്നു? മറ്റു മരണ വീടുകളിലായിരുന്നു നിങ്ങൾ? അല്ലല്ല, ഞാൻ പനൂരെ താമസിക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? വേറെ ഫാമിലി പ്രോബ്ലം എന്നുള്ളതായിട്ടൊന്നും അറിയില്ല. ഈ കൊലപാതകം ചെയ്ത പയ്യൻ എങ്ങനെയായിരുന്നു? കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ ഫാദറിലൂടെ തന്നെ അനുജൻ്റെ മകനാണെന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ പയ്യനെ? ഞാൻ ഏകദേശം അവന് ഇപ്പോൾ 23 വയസ്സെന്ന് പറയുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരു 7 വർഷം മുന്നേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വെഞ്ഞാറമൂടാണ് ആൾ താമസിക്കുന്നത്. പ്രണയമായിട്ട് ബന്ധപ്പെട്ടോ? പ്രണയമായിട്ട് ബന്ധപ്പെട്ടോ? അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു ബന്ധത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. 23 വയസ്സേ ഉള്ളൂ ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമേ അറിഞ്ഞുള്ളൂ. ഇത് എന്താണ്, എങ്ങനെ സംഭവിച്ചു, എന്ത് കാരണം എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരികയാണ്. എല്ലാവരെയും ഞെട്ടിപ്പിച്ച അരിങ്കൊല കേരളം സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായ കൊടും ക്രൂരതയാണ് സംഭവിച്ചത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ്. വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ വെഞ്ഞാറമൂട് നഗരം കേന്ദ്രീകരിച്ച് മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കൂട്ടക്കൊല പലയിടങ്ങളിലായി ഉണ്ടായത്. എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഒരാൾ തന്നെയാണ്. 21 വയസ്സുകാരൻ ആണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ എന്നത് ഒട്ടും വൈകാതെ തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങിയത് ചുറ്റിക കൊണ്ടാണ് ഉറ്റവരെയെല്ലാം അടിച്ച് തല പൊട്ടിച്ച് കൊന്നത് എന്നടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നുണ്ട്.